സ്ഥാനാർത്ഥിക്കെതിരായി നിൽക്കരുത്. പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥിക്കെതിരായി വർഗീയത പറയരുത്. ഇവിടെ മത്സരിക്കുന്നത് ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആണെങ്കിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളായ കോൺഗ്രസുകാരെ, മതം നോക്കരുത്, കൈപ്പത്തിയിൽ കുത്തണം. ഞങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണം. അവസാനം ഇലക്ഷന്റെ അവസാനത്തെ മണിക്കൂറിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് യവന്മാരെ ഒരു സ്കോഡ് വരും. ചിലർക്കൊക്കെ താടിയും തലപ്പാവൊക്കെ കാണും. വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും. അപ്പൊ പറയും ആർക്കാ? അത് രാജേട്ടന്. ഹേ രാജേട്ടനോ? ആ രാജേട്ടന്. അതെന്താ? രാജേട്ടൻ നല്ല കോൺഗ്രസ്സാ, ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരാറുണ്ട്. കൊടുക്കല്ലേ, രാജൻ പകൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, രാജൻ രാത്രി RSS പറഞ്ഞതേ. എടാ ഇതിനകത്ത് രായും പകലും കഷ്ടപ്പെട്ട് കുടുംബത്തെ പോലും നോക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി രായും പകലും കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോയി പള്ളിയിൽ സഹായിച്ചും നബിദിന റാലിക്ക് നാരങ്ങ വെള്ളം കൊടുത്തും മതമില്ലാതെയും ഈ ജീവിക്കുന്ന പാവപ്പെട്ട ഒരാളുടെ മതം നോക്കി തിരഞ്ഞു പിടിച്ചു വന്ന് രാത്രി പറയും അവൻ SDP അല്ല, അവൻ RSS. ഇനി ഇതിനകത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ദുൽഖഫിലാണ് മത്സരിക്കണമെന്ന് കരുതുക. ഇലക്ഷന് നല്ല ട്രെൻഡ്, ദുൽഖഫിൽ ജയിക്കുമെന്ന് ഘട്ടം വരുന്നു. ഇലക്ഷന്റെ ലാസ്റ്റ് ഡേയിൽ ഒരു ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ചൊരു കയറ്റം കയറിയിട്ട് പറയും ആർക്കാ? ദുൽഖഫിൽ. എന്താ? നല്ല പയ്യൻ, നല്ല മിടുക്കൻ, നല്ല കാര്യത്തിന് വിളിച്ചാലും വരും. കൊടുക്കല്ലേ, രാത്രികളിൽ അവന്റെ സഞ്ചാരം NDF-മായിട്ട. ഇത് പറഞ്ഞ് കേൾക്കാനും കുറേമാര് കൊണ്ട് കുത്താനും. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം, ബാപ്പയുടെ അനുജനാണ് അപ്പുറത്ത് മത്സരിക്കുന്നെങ്കിലും കൊടുക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കണം. രാത്രിയുടെ മറവിൽ, പോസ്റ്റിന്റെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ ഒരു കോൺഗ്രസ് പോസ്റ്റുകളോട് വന്നിട്ട് മതം പറഞ്ഞാൽ മതമോ മാറി നിൽക്കണ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുറക്കെ പറയണം. അതാണ് വികാരം, അതായിരിക്കണം വികാരം. മതമല്ല 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 പ്രശ്നം. മതത്തിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ശബരിമല അയ്യപ്പന് വേണ്ടി പ്രസംഗിച്ച യുവ നേതാവ് ഒരു പക്ഷേ ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്ത് ശ്രീ അയ്യപ്പന് വേണ്ടിയിട്ട് സംസാരിച്ച ചെറുപ്പക്കാരൻ ഒരു പക്ഷേ BRM ഷഫീറായിരിക്കും. എന്റെ കടമയാണത്. ഞാൻ കഴിഞ്ഞ മാസമാണ് ഉംറ ചെയ്തിട്ട് തിരിച്ചു വന്നത്, കണ്ടില്ലേ? പരിശുദ്ധ ഉംറ കഴിഞ്ഞു വന്നിട്ട് ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാനിപ്പോ. ആ ഉംറ കഴിഞ്ഞു വന്നിട്ട് ഞാൻ ശബരിമല അയ്യപ്പനെ കുറിച്ച് പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടാ? ഞാൻ കോൺഗ്രസ്. എന്റെ കടമയാണ്, എന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നാളെ ഇവിടുത്തെ മുസ്ലിമിനൊരു പ്രശ്നം വന്നാൽ വിനോദിനിറങ്ങണം, രാമേന്ദ്ര മാഷ് ഇറങ്ങണം, നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങണം. അത് കോൺഗ്രസ്. അർദ്ധരാത്രിയുടെ യാമത്തിലെ ഇരുട്ടിന്റെ മറവിൽ മതം മതം മതം, അരിവാൾ മതം, അരിവാൾ മതം എന്ന് പറഞ്ഞു വന്നാ പറയണ ഇല്ല ഇല്ല ഇല്ല. എന്താണ് എങ്ങനെയാ പറയണ്ടേ? ഇല്ല ഇല്ല ഇല്ല, നോ 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 പറഞ്ഞിരിക്കണം. മുന്നണിക്കാണ് കൊടുക്കുന്നെങ്കിൽ റിബലിനായിട്ടുള്ളായിരുന്നു, അവരും കൂടെ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. എന്താണ് ഇവിടെ മുസ്ലിം കൂടെ വേണ്ടേ? ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, മുസ്ലിം ലീഗ് ഇല്ലായ്മ ചെയ്താൽ, മുസ്ലിം ലീഗ് കേരളത്തിൽ ഇല്ലാതെ പോയാൽ ആ സ്പേസിലേക്ക് വരുന്നത് CPM-ഉം കോൺഗ്രസുമായി